ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനായിട്ട് നെറ്റിൻ്റെ ക്ലോത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വെച്ചിട്ടും ചെയ്യാം. അതിന് 20 സെൻറ്റിമീറ്റർ നീളവും 13 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നെറ്റിൻ്റെ ക്ലോത്തൊക്കെ ഒന്ന് മടക്കി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി എടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് ആക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതായത് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതേപോലെ മടക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു സൂചി നൂല് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നെറ്റിൻ്റെ അതേ കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല, നമുക്ക് ആ നൂല് കാണാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഒരേ കളർ ഉണ്ടെങ്കിൽ അതേപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഒന്ന് സൂചി ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് 2-3 തവണ ഒന്ന് ചുറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അറ്റത്തെ ഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ബാക്കി വരുന്ന നൂല് ഭാഗം ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു പീസ് ക്ലോത്തും കൂടി ആവശ്യമുണ്ട്. അതേപോലത്തെ ഒരു നീളം കുറഞ്ഞൊരു പീസ് ക്ലോത്തും കൂടി ആവശ്യമുണ്ട്. അത് ഇതേപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മടക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ നൂല് കെട്ടിയ ഭാഗമല്ലേ, ആ ഭാഗത്തോടെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണയൊക്കെ ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പീസിന് ഇത്തിരി വലിപ്പം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അറ്റത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നീളം കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതേപോലെ എടുത്തിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ബീഡ്സൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഭംഗിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ബീഡ്സാണ് നമ്മൾ ലാസ്റ്റ് വെച്ചൊരു ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വെറൈറ്റി ആയിട്ട് എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ 2-3 ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഈ ഒരു നടുവിലുള്ള ഭാഗത്ത് ഓരോരോ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഗ്ലൂ ആക്കിയിട്ട് ഓരോ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പുറത്തെ ഒരു അറ്റത്ത് വരെയാണ് ഞാൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ചെയ്ത് അറ്റം വരെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ അറ്റത്ത് വരെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടം വരെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ബോനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്